വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോ അലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസ്സുകൾ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 500 രൂപ തൊട്ടിട്ടാണ് ഇവിടെ ക്ലാസ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ UG പ്രോഗ്രാം ആയിട്ടുള്ള BCom, BBA, BA ഇംഗ്ലീഷ്, സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ 7 UG പ്രോഗ്രാമിനാണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. 500 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി PG പ്രോഗ്രാം ആയിട്ടുള്ള MBA, MCom, MA ഇംഗ്ലീഷ് എന്നിവയ്ക്കാണ് നൽകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 700 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് PG പ്രോഗ്രാമിന് മേടിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലെങ്തി വീഡിയോ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. അപ്പോൾ താഴെ കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകളുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് കേട്ടോ അറിയിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ട് ലെങ്തി വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ അഡ്മിഷൻ ക്യാൻസലേഷനും അതുപോലെ തന്നെ റീഫണ്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 2024 ജാനുവരി സെഷനിൽ ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ചില ആൾക്കാരുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ട്, ചില ആൾക്കാരുടെ കൺഫേം ആവാത്തവരുണ്ട്. ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും എനിക്കിത് കണ്ടിന്യൂ ചെയ്യേണ്ട, എനിക്ക് വേറെ കോഴ്സിന് പോകണം, അല്ലെങ്കിൽ കോഴ്സ് മാറ്റണം. ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് അഡ്മിഷൻ ക്യാൻസലേഷൻ വരുന്നത്. അതുപോലെ തന്നെ അഡ്മിഷൻ ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്യാൻസൽ ആവും. പക്ഷേ റീഫണ്ട് കിട്ടണമെങ്കിൽ കുറച്ച് പ്രൊസീജിയറും കൂടി കൂടുതലാണ്. ടൈം ലിമിറ്റും കാര്യങ്ങളും ഉണ്ട്. ചില ടൈം ലിമിറ്റിനുള്ളിൽ കൊടുത്താൽ മാത്രമാണ് റീഫണ്ട് കിട്ടുള്ളൂ. ഇനി റീഫണ്ട് നമുക്കത് സാങ്ഷൻ ആയാലും അത് കയ്യിൽ കിട്ടാൻ ടൈം എടുക്കും. അതായത് നമ്മൾ ഇപ്പോൾ ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാൻസലായിട്ട് റീഫണ്ട് ഒന്നും കിട്ടില്ല. അതിന് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയാം. ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണ്, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ക്യാൻസലേഷനും റീഫണ്ടിനൊക്കെ കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ആദ്യം റീഫണ്ടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. റീഫണ്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും റീഫണ്ട് കിട്ടില്ല. ഒരു ടൈം ലിമിറ്റിനുള്ളിൽ കൊടുത്താൽ മാത്രമാണ് റീഫണ്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ MBAക്ക് നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് 16,000 രൂപയാണ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. അതിനകത്ത് അഡ്മിഷൻ ഫീസ് 15,500 പ്ലസ് ഒരു രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 300 രൂപ അടയ്ക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരു 200 രൂപ അടയ്ക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 16,000 രൂപയാണ് നമ്മൾ അടയ്ക്കുന്നത്. ഇതിനകത്തുള്ള ഈ ഒരു 300 രൂപ എന്ന് പറഞ്ഞേക്കുന്നത് ഇഗ്നോയിൽ ഏത് പ്രോഗ്രാം എടുക്കുകയാണെങ്കിലും ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് 300ഉം ഡെവലപ്മെൻറ്റ് ചാർജസ് 200 രൂപ നമ്മൾ അടയ്ക്കണം. അതിൽ ഈ ഒരു 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്ത് ക്യാൻസലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും അത് തിരിച്ചു തരില്ല. ആ 300 രൂപ നോൺ റീഫണ്ടബിൾ ആണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ 300 രൂപയുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കിയേ വേണ്ട, അത് തിരിച്ചു കിട്ടില്ല. ഇനി നിങ്ങൾ ഈ ഒരു ക്യാൻസലേഷൻ കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ഒന്നും ആയിട്ടില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവുകയാണ്, ഈ ഒരു സിറ്റുവേഷനിൽ ഇനി അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, അഡ്മിഷൻ കൺഫേം ആയിട്ടില്ല കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ക്യാൻസലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ആവുന്നതായിരിക്കും. പക്ഷേ ആ 300 രൂപ കിട്ടില്ല കേട്ടോ, അത് നോൺ റീഫണ്ടബിൾ ആണ്. ബാക്കിയുള്ള എമൗണ്ട് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി കൺഫേമേഷൻ വന്നിട്ട് വിത്തിൻ 15 ഡേയ്സ്, അതായത് 15 ദിവസത്തിനുള്ളിൽ കൺഫേമേഷൻ ഇപ്പോൾ ഇന്ന് വരികയാണെങ്കിൽ ഇന്ന് തൊട്ടിട്ട് 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ക്യാൻസലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ കുറച്ചിട്ടായിരിക്കും റീഫണ്ട് കിട്ടുക. 500 രൂപ മാത്രമല്ല കേട്ടോ, 500ഉം പിന്നെ നേരത്തെ പറഞ്ഞേക്കുന്ന 300 രൂപ നോൺ റീഫണ്ടബിളും, അങ്ങനെ മൊത്തത്തിൽ 800 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ബാക്കി എമൗണ്ട് കിട്ടുക. ഇനി അടുത്ത കണ്ടീഷൻ വരുന്നത്, നിങ്ങൾ കൺഫേമേഷൻ വന്നു 16 ദിവസവും 90 ദിവസത്തിന് ഇടയിലാണ് ക്യാൻസലേഷൻ കൊടുക്കുന്നതെങ്കിൽ, കൺഫേമേഷൻ വന്നിട്ട് 16 to 90 ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്യാൻസലേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് 1000 രൂപ കുറച്ചിട്ടേ കിട്ടുള്ളൂ. 1000 അല്ല, 1000 പ്ലസ് 300, അങ്ങനെ 1300 രൂപ കുറച്ചിട്ട് ബാക്കി എമൗണ്ടാണ് നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ. ഇനി 90 ദിവസത്തിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക ക്യാൻസലേഷൻ കൊടുക്കണമെങ്കിൽ 1 രൂപ പോലും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാൻസലേഷനും അതുപോലെ റീഫണ്ട് പോളിസിയും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്യാൻസലേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഡേറ്റ് നോക്കുക, എത്ര രൂപ റീഫണ്ട് കിട്ടും എന്നൊക്കെ നോക്കുക, എന്നിട്ട് ശേഷം മാത്രം ക്യാൻസലേഷൻ കൊടുക്കുക. 90 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ക്യാൻസലേഷൻ കൊടുക്കണമെങ്കിൽ ക്യാൻസൽ ആവുകയും 1 രൂപ പോലും റീഫണ്ട് കിട്ടുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ പോളിസി നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇഗ്നോയ്ക്കകത്ത് ക്യാൻസലേഷൻ കൊടുക്കാൻ നോക്കാം. നമുക്ക് ഓൺലൈൻ വഴിയൊന്നും നമുക്ക് ക്യാൻസലേഷൻ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ പോർട്ടലിൽ വരിക, ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അത് കൊടുക്കുക, ക്യാപ്ച വെരിഫിക്കേഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനൊരു ഭാഗമാണ് വരും. ഇതിനകത്ത് ഹോം, മൈ ആപ്ലിക്കേഷൻ, മൈ ട്രാൻസാക്ഷൻ, ഡിസ്ക്രിപ്പൻസി എന്നിരിക്കുന്ന ഭാഗം കാണും. ഇതിനകത്ത് മൈ ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കൺട്രോൾ നമ്പർ, അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ, പിന്നെ അപ്ലിക്കേഷൻ ഫോമും എക്നോളജ്മെൻറ്റ് സ്ലിപ്പും പിന്നെ ID കാർഡും കാര്യങ്ങളൊക്കെ കാണും. ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ
ഉണ്ടല്ലോ ക്യാൻസൽ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റെഡ് കളറിൽ ഒരു ബാർ കിടക്കുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അതായത് പ്ലീസ് കോൺടാക്ട് ഇഗ്നോ ഫോർ അഡ്മിഷൻ ക്യാൻസലേഷൻ റിക്വസ്റ്റ് പോർട്ടൽ ഈസ് ഡിസേബിൾഡ്. അതായത് ഓൺലൈനായിട്ട് നമുക്ക് ക്യാൻസലേഷൻ കൊടുക്കാൻ പറ്റില്ല, അത് ഡിസേബിൾഡ് ആണ്. അപ്പോൾ ഈ ഒരു വഴി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഇഗ്നോയുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഗ്നോ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കാണ്ട് കോൺടാക്ട് ചെയ്യേണ്ടതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്, അതിൻ്റെ അണ്ടറിൽ ഒരുപാട് റീജിയണൽ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു റീജിയണൽ സെൻറ്ററും അതിൻ്റെ അണ്ടറിൽ ഒരു സ്റ്റഡി സെൻറ്ററും ആവും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ക്യാൻസലേഷന് വേണ്ടിയിട്ട് നമ്മുടെ റീജിയണൽ സെൻറ്ററിലോട്ടാണ് മെയിൽ അയക്കേണ്ടത്. അപ്പോൾ കേരളത്തിൽ 3 റീജിയണൽ സെൻറ്ററാണ് വരുന്നത്. ഒന്ന് വടകര, കൊച്ചിൻ, പിന്നെ ഉള്ളത് ട്രിവാൻഡ്രം. ഈ 3 വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏതാണോ നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ ആയിട്ട് ഓപ്റ്റ് ചെയ്തേക്കുന്നത് അവിടേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ, അതായത് മെയിൽ അയക്കേണ്ടത്. അപ്പോൾ ഈ 3 റീജിയണൽ സെൻറ്ററിൻ്റെയും മെയിൽ ഐ ഡി ഞാൻ താഴെ നൽകുന്നുണ്ട്. നിങ്ങളുടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്കാണ് മെയിൽ അയക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു CSRCയുടെ ഒരു മെയിൽ ഐ ഡി കൂടിയുണ്ട്, കോമൺ മെയിൽ ഐ ഡി ആണ്, അതും കൂടി ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിലോട്ടും അതുപോലെ തന്നെ വേറൊരു എക്സ്ട്രാ ഒരു മെയിൽ ഐ ഡി കൂടി ഞാൻ തരുന്നുണ്ട്. ഈ 2 മെയിലോട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാൻസലേഷന് വേണ്ടിയിട്ട് മെയിൽ അയക്കണം. അപ്പോൾ മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ ആദ്യം റീഫണ്ട് പോളിസിയും കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ മെയിൽ അയക്കാവുന്നതാണ്. അപ്പം നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം എന്ത് ചെയ്യുക, സബ്ജക്റ്റ് വയ്ക്കുക, ക്യാൻസലേഷൻ ഓഫ് മൈ അഡ്മിഷൻ എന്ന് വയ്ക്കുക. അതുപോലെ തന്നെ അതിനകത്ത് പറയുക എൻ്റെ അഡ്മിഷൻ ക്യാൻസലാക്കി തരണം, കാരണം പറയുക. അതായത് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കാനാണോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനോ എന്തുകൊണ്ടാണ് നിങ്ങൾ ക്യാൻസലാക്കുന്നത് വ്യക്തമായിട്ട് അതിനകത്ത് പറയുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ പേര്, ഏത് പ്രോഗ്രാമിനാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, ഏതാണ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ, ഏതാണ് റീജിയണൽ സെൻറ്റർ എന്നീ കാര്യങ്ങൾ വെക്കുക. അഡ്മിഷൻ കൺഫേം ആയതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൂടി വെച്ച് കൊടുക്കുക. പിന്നെ ID കാർഡ് വെക്കുക. അതുപോലെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ ഫോമും പേയ്മെൻറ്റ് റെസിപ്റ്റും കിട്ടില്ലേ, അത് രണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെക്കണം കേട്ടോ. ഇനി അഡ്മിഷൻ കൺഫേം ആവാത്തവരാണെന്നുണ്ടെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ പകരം കൺട്രോൾ നമ്പർ വെക്കുക. ലാസ്റ്റ് എന്ന് അവസാനിക്കുന്നതാണ് കൺട്രോൾ നമ്പർ, അത് അപ്ലിക്കേഷൻ ഫോമിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ഇടുമ്പോൾ സബ്ജക്റ്റ് നിർബന്ധമായിട്ട് ക്യാൻസലേഷൻ ഓഫ് അഡ്മിഷൻ എന്ന് പറയുക, കാര്യങ്ങൾ പറയുക. എന്നിട്ട് നിങ്ങളെ എല്ലാ ഡീറ്റെയിൽസും, പേര്, കോഴ്സ്, സ്റ്റഡി സെൻറ്റർ, റീജിയണൽ സെൻറ്റർ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോം, പേയ്മെൻറ്റ് റെസിപ്റ്റ്, അഡ്മിഷൻ കൺഫേം ആയതെങ്കിൽ ID കാർഡ്, ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ റീജിയണൽ സെൻറ്ററിലോട്ടും അതുപോലെ CSRCയിലോട്ടും മെയിൽ അയക്കണം. അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ അയക്കുക. മെയിൽ അയച്ചിട്ട് അവരെ ശല്യം ചെയ്യിപ്പിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം നിങ്ങളുടെ ആവശ്യമാണ് ക്യാൻസലാക്കാനും റീഫണ്ട് കിട്ടാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ക്യാൻസലാക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇനി മെയിൽ അയച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റീജിയണൽ സെൻറ്ററിലോട്ട് നേരിട്ട് പോയിട്ട് അവിടെ തന്നെ നിങ്ങൾക്ക് അന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അഡ്മിഷൻ ക്യാൻസലായി, ക്യാൻസലേഷൻ റീഫണ്ട് ഉടനാവും എന്ന് പറഞ്ഞിട്ട് അവർ മെയിൽ അയക്കും. അതിനകത്ത് അവർ പറയുന്നത് 14 ദിവസം തൊട്ടിട്ട് 90 ദിവസത്തിനിടയിൽ റീഫണ്ട് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞേക്കുന്നത് 90 ദിവസം കഴിഞ്ഞിട്ടും റീഫണ്ട് വരാത്ത ഒരുപാട് പേര് ഇഗ്നോയിലുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സെഷനിൽ ഒരു സ്റ്റുഡൻറ്റിന് വന്നിട്ടില്ല, കഴിഞ്ഞ സെഷനിൽ ഒരു കുട്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ക്യാൻസലായാലും റീഫണ്ട് കിട്ടുമെന്ന് 100% ഉറപ്പൊന്നുമില്ല. എന്നാലും ഒരുവിധം ആൾക്കാർക്കൊക്കെ കിട്ടും, ടൈം എടുത്തിട്ടാണെങ്കിലും കിട്ടും. പക്ഷേ ഫുൾ പേർക്കും കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് റീഫണ്ട് പോളിസിയൊക്കെ നോക്കിയിട്ട് മാത്രം ക്യാൻസലേഷൻ ചെയ്യുക. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു മെയിൽ ID വെച്ചിട്ടാവുമല്ലോ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതേ മെയിൽ ID തന്നെ ആയിരിക്കണം നിങ്ങൾ ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് ചില റീജിയണൽ സെൻറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ.